നമ്മുടെ പാമ്പിൻ വിഷം പ്രോട്ടീൻ്റെ കലവറയാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ കടുവാത്തോല്, പുലിത്തോല്. ഈ കാട് ആളുകൾക്ക് ഇത്രയധികം സമ്പന്നരാകാനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ്. പക്ഷേ താങ്കളെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ അവർ ഓടിച്ചിട്ട് പിടിക്കുന്നു. അപ്പോൾ അത് ജോലിയുടെ ഭാഗമാണ്. ഇതൊക്കെ ഈ പാമ്പിൻ വിഷമൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് സാറേ? പാമ്പ് വിഷം കൊണ്ടുപോയി അതിന് എത്ര രൂപ വില വരും? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്? കാട് കുറേ പേർക്ക് സമ്പന്നരാകാനുള്ള കലവറ വരുന്നു എന്നുള്ളത് അതൊരു പഴയ കാഴ്ചപ്പാടാണ്. പണ്ട് മരം മുറിയും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, വേട്ടയൊക്കെ. ഇപ്പോൾ നമ്മൾ വനം വകുപ്പ് ഒക്കെ കൊടുക്കുന്ന അവയർനെസ്സിൻ്റെ വെച്ചിട്ട് ഇപ്പം വേട്ടയും അനധികൃത മരമുറിയൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ കടുവാത്തോല്, പുലിത്തോല്, ഇങ്ങനെയുള്ള പാമ്പ് വിഷം, ഇങ്ങനെയുള്ള സാധനങ്ങൾ പലപ്പോഴും ട്രേഡ് ചെയ്യപ്പെടാറുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ കടുവാത്തോലിനെ പറ്റി പറയാം. കടുവാത്തോലും പുലിത്തോലും നമുക്കറിയാം, പുലിയേക്കാളും വളരെ എണ്ണത്തിൽ കുറവാണ് കടുവ എന്നുള്ളത്. കടുവയൊക്കെ ഒരു കാട്ടിൽ പോയാൽ തന്നെ കടുവയെ കാട്ടിൽ വെച്ച് കാണുക മഹാഭാഗ്യമാണ്. അത്രയ്ക്ക് അത് ഷൈ ആണ്, അത് ഒളിച്ചു നിൽക്കുന്നതാണ്. പുലിയാണെങ്കിൽ ആൾക്കാരുടെ വെട്ടത്തോട്ട് വരത്തില്ല. അങ്ങനെയുള്ള ജീവിയാണ് കടുവ. അതുകൊണ്ട് തന്നെ അതിനെ കാണുക, ആളുകളെ അറ്റാക്ക് അങ്ങനെ അറ്റാക്ക് ചെയ്യപ്പോ ഈ സ്ട്രേ ഇൻസിഡൻസ് അല്ല, ചില സംഭവങ്ങൾ ഇപ്പോൾ വയനാട് അങ്ങനെയുള്ള ഇതിൽ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ ഈ പറയുമ്പോൾ ചിലപ്പം എന്താണ്, അത് ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ്. എന്നിരുന്നാലും ഒരു പക്ഷേ കാട് കയറുന്ന കന്നുകാലികൾ ഒരു പക്ഷേ കടുവയെ ആകർഷിക്കുന്നുണ്ടാകാം. തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് കൂട്ടത്തിൽ തന്നെ എന്താണ് അപകടവും മറ്റും പറ്റി മുറിവേക്കുന്ന കടുവകളുണ്ടാകാം. അല്ലെങ്കിൽ തീരെ ചെറിയ കടുവകളൊക്കെ ഈ ഈസി പ്രേ ബേസ് എന്നുള്ള രീതിയിൽ നാട്ടിലോട്ട് ഇറങ്ങുന്നുണ്ടാവാം. അതിനെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഈ കടുവാത്തോലും പുലിത്തോലും ഇതിന് ജനറലി ഈ നമ്മളുടെ കള്ളക്കടത്തുകാരുടെ ഇടയിൽ പറയുന്ന വാക്ക് ഉടുപ്പെന്നാണ്. ഉടുപ്പെന്നാണ്. അപ്പോൾ ഒരാളിപ്പോൾ സപ്പോസ് താങ്കളുടെ കയ്യിൽ കടുവാത്തോലുണ്ടെങ്കിൽ, ഞാനൊരു കച്ചവടക്കാരനാണെങ്കിൽ ഒരിക്കലും ഞാൻ വന്നിട്ട് ചേട്ടാ കടുവാത്തോലുണ്ടോ വിൽക്കാനെന്ന് ചോദിക്കത്തില്ല. പകരം സംസാരിക്കുമ്പോൾ ഒന്ന് അവിടെ ഉടുപ്പ് വല്ലതും ഇരിപ്പുണ്ടോ. അപ്പോൾ ഉടുപ്പുണ്ടെങ്കിൽ തന്നെ കടുവാത്തോലും പുലിത്തോലും ഉണ്ട്. രണ്ടുടുപ്പാണല്ലോ. കടുവാത്തോലിന് വരയെന്നും പുലിത്തോലിന് പുള്ളിയും എന്നാണ് പറയുന്നത്. പുള്ളി ഉടുപ്പെന്ന് പറഞ്ഞാൽ പുലിത്തോല്, വരയെന്ന് പറഞ്ഞാൽ കടുവത്തോല്. അപ്പം അതേമാതിരി തന്നെ അതിന് വിലയും വ്യത്യാസം വരും. കാരണം പുലിത്തോല് കമ്പാരിറ്റീവ്ലി കിട്ടാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. പുലിത്തോല് ഇപ്പോൾ ഉള്ള ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ഇല്ലാത്ത സാധനങ്ങളാണ്. ഒരിക്കലും ഞാൻ പറയുന്ന വില ആധികാരികമായിട്ടുള്ള വിലയല്ല. എന്നിരുന്നാലും ഞാൻ സർവീസിൽ പലപ്പോഴും പരിചയിച്ചിട്ടുള്ള സമയത്ത് കേട്ടിട്ടുള്ള വിലകളാണിത്. മുമ്പ് ഞാൻ ഇരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിന് ആനക്കൊമ്പിനെന്ന് വെച്ചാൽ നമ്മൾ കിലോയ്ക്കാണ് വില പറയുന്നത്. ആനക്കൊമ്പിന് കിലോയ്ക്കാണ്. അതേമാതിരി കടുവത്തോലും പുലിത്തോലിനും അടിക്കണക്കിനാണ്, നീളത്തിനാണ്. ആ ഒരു വ്യത്യാസമുണ്ട്, കിലോയ്ക്കല്ല. അപ്പോൾ നമുക്കിപ്പോൾ അറിയാൻ പറ്റും, കടുവത്തോലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം 8 അടിയോ 9 അടിയോ ഒക്കെ വാലറ്റം വരെ നീളം വരാം. പുലിത്തോല് സാധാരണ 6.5 7.5 പോകാറുള്ള അപൂർവമായിട്ട് കടുവത്തോലിനോടൊപ്പം നീളമുള്ള പുലിത്തോലും പിടിച്ചിട്ടുണ്ട് നമ്മൾ. എന്നിരുന്നാലും പുലിത്തോലിന് നീളം കുറവാണ്. അപ്പോൾ വില വരുമ്പോഴത്തേക്ക് മുമ്പ് ഈ പുലിത്തോലിന് നമ്മളിപ്പം എന്താണ് 70 അടിക്ക് 75,000 മുതൽ 1 ലക്ഷം വരെയൊക്കെ വില പറഞ്ഞിരുന്ന സമയത്ത് കടുവാത്തോലിന് 2.5 ലക്ഷം, അടിക്ക് 2.5 ലക്ഷം to 3 ലക്ഷമൊക്കെ വില പറയുമായിരുന്നു. അത്രയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്കാർ ഈ അവന്മാർ ചോദിക്കുന്ന വിലയാണ്. അപ്പം നമ്മളിപ്പോൾ അല്ലാതെ നിന്നിട്ട് അവന്മാർ അങ്ങനെയല്ല ചോദിക്കുന്നത്. ചില ആൾക്കാർ മോഹവില പറയും. അതായത് അടിക്കണക്കൊന്നുമില്ല, ഇത്ര രൂപ, 1 കോടി അല്ലെങ്കിൽ 50 ലക്ഷം എന്ന് ചുമ്മാ ഒരു കണക്ക് പറയും. അങ്ങനെയും പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ പോകുമ്പോഴത്തേക്കും അങ്ങനെ പറയുമ്പോൾ വേറെ കാര്യമുണ്ട്. ഇപ്പം ഈ അത്രയ്ക്ക് പരിചയമില്ലാത്ത ഉദ്യോഗസ്ഥരെ എങ്ങനെയെങ്കിലും കേസ് പിടിക്കാനുള്ള വ്യഗ്രതയിൽ അവരിപ്പം 1 കോടി പറയുമ്പോൾ ശരി 1 കോടി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് സംശയം വരും. കാരണം സ്ഥിരമായ ഒരു കച്ചവടക്കാരൻ ഒരിക്കലും 1 കോടി വില സമ്മതിക്കത്തില്ല, ബാർഗെയിൻ ചെയ്തേ വരുവുള്ളൂ. അപ്പം അതിനുവേണ്ടി അവർ വില കയറ്റി പറയാറുണ്ട്.
ഇതാണ് കടുവത്തോലിലും പുലിത്തോലിലും. ഇതില് അത് എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ പണ്ട് നമ്മൾ പ്രൗഢിയുടെ ഭാഗമായിട്ട് ഇല്ലേ ഇത്ര കടുവ ആയടി എന്നൊക്കെ പറയുന്നത് മാതിരി. അപ്പൊ അല്ലെങ്കിൽ പണ്ട് മുനിമാരൊക്കെ ഇട്ടിരിക്കുമായിരുന്നു എന്ന് പറയുന്നു. അല്ലാതെ ഈ റേഡിയോ ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് അതിന് ഞാൻ കേട്ടിട്ടില്ല. മിക്കവാറും ഇങ്ങനെയുള്ള ഇതിനായിരിക്കാം. പിന്നെ അതിൽ കൂടുതൽ പിന്നെയുള്ള ഒരു ഇതാണ് പാമ്പും വിഷം എന്ന് പറയുന്നത്. പാമ്പും വിഷം ആക്ച്വലി പറഞ്ഞ മാതിരി പ്രോട്ടീൻ തന്നെയാണ്. പക്ഷേ ഒരു പാമ്പിൽ നിന്ന് കിട്ടുന്ന വിഷം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കി അറിയാമല്ലോ, വളരെ ഒരു 2 മില്ലിഗ്രാം ഒക്കെ വിഷം കിട്ടുന്നതേ ഉള്ളൂ. പക്ഷെ ഈ പാമ്പും വിഷം കൊണ്ട് വിൽക്കാൻ വച്ചേക്കുന്ന ആൾക്കാർ 1 ലിറ്റർ പാമ്പും വിഷമൊക്കെ കൊണ്ടുവരും. 1 ലിറ്റർ. ഒന്നാമത്തെ കാര്യം പാമ്പും വിഷം കുറെ കഴിയുമ്പോൾ ക്രിസ്റ്റലൈസ് ചെയ്ത് പോകും. അപ്പൊ ഇവര് പലപ്പോഴും ഈ മുട്ടയുടെ വെള്ള, അതും പ്രോട്ടീൻ ആണല്ലോ, അതിനെ വേർതിരിച്ച് അതിൽ എന്തെങ്കിലും മിക്സിയിൽ അടിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അതിൽ ചെറിയ കളറോ മറ്റോ ഒക്കെ ചേർത്തിട്ടാണ് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് അങ്ങനെ അതിന് ഈ പറയുന്ന മാതിരി അവർക്ക് പാമ്പും വിഷത്തിനും വ്യാജനുണ്ടെന്നാ. പാമ്പും വിഷത്തിന് വ്യാജനേ ഉള്ളൂ, ഒറിജിനൽ ഇല്ല. അപ്പൊ അത് ഈ മാതിരി കൊണ്ടുവന്ന് നമ്മൾ, പക്ഷെ 1-2 എണ്ണം എനിക്ക് തോന്നുന്നു നമ്മുടെ സമയത്ത് ഒന്ന് പിടിച്ചു. അതിനുശേഷം പിന്നെ ഇന്റലിജൻസിൽ നമ്മൾ ഈ നേരത്തെ ലില്ലിപുട്ടിന്റെ കാര്യം പറഞ്ഞത് പാമ്പും വിഷവും കഴിവതും നമ്മൾ പിടിക്കാൻ പോകാറില്ല. കാരണം അത് പറ്റിപ്പായിരിക്കും 100%. അല്ലാതെ ഇത്രയും ലിറ്റർ 1 ലിറ്റർ 2 ലിറ്റർ പാമ്പും വിഷം വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് പറ്റിപ്പാണ്. പിന്നെ ട്രേഡ് ചെയ്യപ്പെടുന്ന പല സാധനങ്ങളുണ്ട്. ഇപ്പം മറ്റേ കരടി നെയ്യ്, പെരുമ്പാമ്പിന്റെ നെയ്യ്, പിന്നെ ഈ ഈവൻ നമ്മുടെ കസ്തൂരിമാന്റെ കസ്തൂരി ആക്ച്വലി അതിന്റെ വയറിന് പൊക്കിളിന്റെ അടുക്കെയുള്ളതാണ്. ഇതിനെ ഒന്നുകിൽ സർജിക്കലി മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പറേറ്റ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ഇതിനെ കൊല്ലണം. അപ്പൊ ഇത് മറ്റേ അതൊന്ന് ഇഷ്ടംപോലെ കേസുകൾ പിടിച്ചിട്ടുണ്ട്. കസ്തൂരി അതിൽ പലതും പറയുന്നുണ്ട്. ഇപ്പൊ സംഭവം കസ്തൂരിമാൻ ഇത് ഉള്ളത് അതിന്റെ ഇണയെ ആകർഷിക്കാനായിട്ട് ഉണ്ടാകുന്ന സ്മെല്ലാണ് ആൺ കസ്തൂരിമാന്റെ വയറിലുള്ളത്. പക്ഷെ അത് തന്നെയാണ് അതിന്റെ ജീവൻ ഇല്ലാതാക്കുന്നത്. അപ്പൊ അത് പലപ്പോഴും ഇതാണ് കോടികളൊക്കെ വില പറഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട്. അതിലും പക്ഷെ വലിയ സാങ്ക്ടിറ്റി ഒന്നും ഇല്ല. പിന്നെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പൊ കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് ഒരു പ്രാവശ്യം ഒരു വിവരം കിട്ടി. ചെന്നൈയില് കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് വിൽക്കാൻ വെച്ചേക്കുന്നു 10 കോടി രൂപയാണ് വില പറയുന്നത്. കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് അതിന് ഭയങ്കര നമുക്കറിയാം, കാണ്ടാമൃഗം ഇഷ്ടംപോലെ വേട്ടയാടപ്പെടുന്നത് ഈ കൊമ്പിന്റെ പേരിലാണ്. അപ്പോൾ നമ്മൾ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെന്നൈയിലായിരുന്നു, 2 നമ്മുടെ കേരളത്തിലില്ല. അപ്പോൾ പിന്നെ അതിന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനോ അതിൻ്റെ ഒറിജിനാലിറ്റി അറിയാനോ ഒന്നും പറ്റില്ല. നമുക്ക് പിടിച്ചാലും കണക്റ്റഡ് ഒഫൻസ് ഒന്നും നമുക്ക് ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ആ വിവരം മറ്റേ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്ക് നമ്മൾ കൈമാറിയിട്ട് അങ്ങോട്ട് കൈമാറുകയാണ് ചെയ്യുന്നത്. വേറെ സ്റ്റേറ്റിൽ കൊടുക്കാനായിട്ടല്ല, നമ്മളായിട്ടത് ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ അതുപോലെ ചന്ദനം കള്ളക്കടത്ത് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ വ്യാപകമായിട്ട് ചന്ദനം കള്ളക്കടത്തിലുള്ള ഒരു മുഖ്യ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദനം പ്രൈവറ്റ് ലാൻഡിലുള്ള ചന്ദനമാണ് അന്ന് മുഖ്യമായിട്ടും കള്ളക്കടത്തിന് വിധേയമായത്. അത് ഒരു അലിഗേഷൻ ഉള്ളത് അത് ഏതാണ്ട് പോയി തീർന്നു. പിന്നെ ഒരു അലിഗേഷൻ ഉള്ളത് പലപ്പോഴും ചന്ദനം മുറിക്കുന്നതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ അത് മാറ്റി. എന്നിരുന്നാലും ചന്ദനം നട്ടു വളർത്താനും എല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ വിൽപ്പന അല്ലെങ്കിൽ മുറിക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾക്ക് ഈ അതാത് ജില്ലയിലെ സോഷ്യൽ ഫോറസ്റ്റ് ACF-ന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്റ്റിലെ അഗ്രികൾച്ചർ ഓഫീസറും ADM-ൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സും ഈ സോഷ്യൽ ഫോറസ്ട്രിയിലെ ACF-ഉം കൂടെ ചേർന്ന കമ്മിറ്റിയാണ് അത് പരിശോധിച്ചിട്ട് ചന്ദനം മുറിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ കഴിവതും ഇപ്പോൾ എന്താണ് പല വീടുകളിൽ എനിക്കറിയാം, ഞാൻ ഈ തിരുവനന്തപുരത്ത് സോഷ്യൽ ഫോറസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പല വീടുകളിൽ നിൽക്കുന്ന ചന്ദനം ഇത് മുറിച്ചുകൊണ്ട് പോകുമെന്നുള്ള പേടി കൊണ്ട് അവർ ആപ്ലിക്കേഷൻ തരും. ചന്ദനത്തിന് ഒരു പ്രശ്നവും വരില്ല, അത് നേരെ ആരോഗ്യത്തോടെ നിൽക്കുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സംശയത്തിന്റെ പേരിൽ മുറിക്കാൻ പെർമിഷൻ, എന്തെങ്കിലും രോഗം വന്നതോ അല്ലെങ്കിൽ മഴയത്തോ മറ്റോ കാറ്റത്തോ ചരിഞ്ഞു വീണതോ വീടിന് ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ അസുഖം വന്നതോ അങ്ങനെയൊക്കെയുള്ള ചന്ദനമാണ് സാധാരണ രീതിയിൽ മുറിക്കാനായിട്ട് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത്. അങ്ങനെ ആ ചന്ദനം എന്താണ് ഈ കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാത് ലോക്കൽ DFO-യൊക്കെയാണ് അതിനുള്ളത് കൊടുക്കുന്നത്. ലോക്കൽ റേഞ്ചിലെ ആൾക്കാർ തന്നെ എത്തി അത് മുറിച്ച് കൊണ്ടുപോവുകയും പിന്നെ മറയൂര് കൊണ്ടുപോയി അതിനെ ഗ്രേഡ് ചെയ്ത്, അതായത് ചെത്തിയിട്ട് പല ഗ്രേഡാക്കി
അതിൽ വെച്ചിട്ട് ലേലം ചെയ്തിട്ട് ആ നെക്സ്റ്റ് ഇയറിൽ ആ വില ജസ്റ്റ് ആ ചെലവ് കഴിച്ചിട്ടുള്ള വില ഉടമയ്ക്ക് കൊടുക്കുകയും ചെയ്യും. പക്ഷേ എന്നിരുന്നാലും അതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അതുപോലെ ഈ പറഞ്ഞ മാതിരി ഈ അസുഖം ബാധിച്ചതോ അല്ലെങ്കിൽ ഡേഞ്ചറസ്ലി സ്റ്റാൻഡിങ്ങോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മുറിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് മറയൂരിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് ഞാൻ ഒരു ഇതായിട്ട് പറയണമല്ല, എന്നാലും ആ ഉടമയിലും കൂടെ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം ഇത്രയും വ്യാപകമായിട്ട് നാട്ടുമ്പുറത്തുള്ള ചന്ദനം മോഷണം പോയത്. പിന്നെ വേറെ കാര്യമുണ്ട്, എല്ലാ എപ്പോഴും അവർ അറിയണമെന്നില്ല. അതിൻ്റെ കാരണം ഈ ചന്ദനം അവിടെ മുറിക്കുന്നത് മിക്കവാറും ബെൽറ്റ് വാൾ എന്ന് പറഞ്ഞ സാധനമാണ്. ഈ മറ്റേ നമ്മുടെ അരയിൽ ചുറ്റി കെട്ടി വെക്കുന്ന വാള് വെച്ചിട്ട് ചന്ദനത്തിൻ്റെ തലപ്പ് സമീപത്തുള്ള മരങ്ങളിൽ വലിച്ചു കെട്ടിയിട്ടും അതിൻ്റെ എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള മൂട് മുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗം മുറിച്ചെടുത്ത് പീസാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ചന്ദനത്തിൻ്റെ മറ്റേ സാൻഡൽ ഓയിൽ കൂടുതൽ ചന്ദനത്തിൻ്റെ വേരിലും മറ്റുമാണ്. പക്ഷേ മോഷണമാകുമ്പോഴത്തേക്ക് അതെടുക്കില്ല, ചന്ദന തടി പോകും. അപ്പോൾ തലപ്പ് അവിടെ തന്നെ നിൽക്കും. അങ്ങനെ അത് പ്രത്യേകിച്ച് വീട്ടുകാർ അവിടെ ഇല്ലെങ്കിലും ഒക്കെ അങ്ങനെ മോഷണം പോകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ഏതെങ്കിലും മനുഷ്യർ ഇങ്ങനെ ചെയ്തു കൂടായികയില്ല കിട്ടുന്ന വിലയ്ക്ക് അങ്ങനെ. അപ്പോൾ എന്തായാലും ചന്ദനം ഒരു പക്ഷേ ഇപ്പോൾ വനം വകുപ്പിൻ്റെ ചന്ദനമൊന്നും നമ്മൾ ഓൾറെഡി അത്രമാത്രം എന്താണ് മറയൂര് പ്രൊട്ടക്ഷൻ നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ എന്താണ് അവിടെയുള്ള ലോക്കൽ ആൾക്കാരുമായിട്ട് ചേർന്നിട്ട് വനം വകുപ്പ് വളരെ എഫക്റ്റീവായിട്ട് പ്രശംസനീയമായ രീതിയിലാണ് മറയൂർ വനം വകുപ്പ് മറയൂർ ഫോറസ്റ്റ് ഡിവിഷൻ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. വനം കള്ളക്കടത്തുകാർ, പറ്റിപ്പുകാർ ഇവരൊക്കെ ഇങ്ങനെ നമുക്ക് ചുറ്റും വലവിരിച്ച് തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടി. ഈ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് അടുത്ത എപ്പിസോഡുകളിൽ പ്രിയപ്പെട്ട നിസാർ നമ്മളോടൊപ്പം ഉണ്ടാകും. ഇന്നത്തെ ദിവസം വിശേഷങ്ങൾ പങ്കുവച്ചതിന് സാറിനുള്ള നന്ദി അറിയിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.